Good morning, viewers. In the 30th June, ഞങ്ങൾക്കറിയാലോ മന്ത്ലി എക്സ്പയറി ആണ്. സോ അതുകൊണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും റോൾ ഓവർ ചെയ്യുന്ന ദിവസമായിരിക്കും. മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടാവും. സോ നാച്ചുറലി ഐ എം എക്സ്പെക്ടിങ് ആഫ്റ്റർ 1:30 മാർക്കറ്റ് വോളറ്റിലിറ്റിയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ട്രേഡ് നിഫ്റ്റിയിൽ ഞാൻ കാണുന്നത് 23,850 to 24,200 വരെ മൂവ് ചെയ്യാം. റേഞ്ച് ഞാൻ കാണുന്നത് 23,700 to 24,200. സോ ഈ റേഞ്ചിൽ പ്ലേ ചെയ്യാനാണ് വാട്ട് ഐ ആം പ്ലാനിങ്. സോ ഇന്നത്തെ മോസ്റ്റ്ലി ഒരു ലോങ് റേഞ്ചിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ബെറ്റർ ടു ഫോക്കസ് ഓൺ ദി ബാങ്കിങ് സ്റ്റോക്സ് ലൈക്ക് HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ഇതുപോലത്തുള്ള ബാങ്ക്സ്. ഇറ്റ് ഈസ് going to perform better in the coming days rather than holding falling knife like IT stocks and metal stocks. ഇത് രണ്ടും പെർഫോം ചെയ്യുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. ഞങ്ങൾക്ക് അറിയാലോ അതിൻ്റെ കാരണങ്ങളൊക്കെ. രണ്ടാമത്തേന്ന് വെച്ചാൽ ഫാർമ സ്റ്റോക്സ്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഫാർമ സ്റ്റോക്സിൽ പാർഷ്യലി ഇഫ് യു ആർ ഹോൾഡിംഗ് ഫാർമ സ്റ്റോക്സ് ലൈക്ക് ഡോക്ടർ റെഡ്ഡി, സൺ ഫാർമ, ഇതൊക്കെ partially you can book the profit and hold the remaining things on the end of personal opinion. So this is what my Nifty's view, and in the monthly rollover and let us wait and watch the market. പിന്നെ പറയുന്ന എനിക്കൊരു സംസാരിക്കാനുള്ള സ്റ്റോക്കിനെ കുറിച്ചിട്ട് ആസ്റ്റർ DM എന്ന് പറഞ്ഞ കമ്പനി, ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ആസ്റ്റർ DMൻ്റെ എന്താണ് അവരെ ബിസിനസ് മോഡല്, എങ്ങനെയാണ് അവർ മാർക്കറ്റിൽ നിന്ന് ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്, ആരാണ് അവരെ കസ്റ്റമേഴ്സ്, അവരെ കീ പ്രോഡക്ട്സ് എന്താണ്, അവരെ ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണ്, ആരാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ്, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ ആസ്റ്റർ DM ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് അണ്ടർഗോൺ എ മാസീവ് ട്രാൻസ്ഫോർമേഷൻ. അത് 2024 കമ്പനി ഈ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ബിസിനസ് സെപ്പറേറ്റ് ചെയ്തിട്ട് അവർ ഇന്ത്യ ഓപ്പറേഷൻസ് സെപ്പറേറ്റ് ചെയ്തു. ഇന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഒരു പ്യൂർലി ഇന്ത്യൻ ഹെൽത്ത് കെയർ പവർ ഹൗസാണ്. അപ്പോൾ ഈ അടുത്തായിട്ട് ഞങ്ങൾക്കറിയാലോ ഈ ആസ്റ്റർ DM അവർ ഈ ഒരു ലോകത്തിൽ തന്നെ വലിയൊരു ബ്ലാക്ക് സ്റ്റോൺ ബാക്ക്ഡ് ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് ടു ഫോം ആസ്റ്റർ DM ക്വാളിറ്റി കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഫോം ചെയ്തു. ആൻഡ് അത് അവരെ പൊസിഷൻ ചെയ്യുന്നത് ടോപ്പ് 3 ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിൻസ് ഇൻ ഇന്ത്യ, ഓവർ 10,000 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽ ആക്കിയിട്ടാണ് അവർ പൊസിഷൻ ചെയ്യുന്നത്. പിന്നെ അവരെ ബിസിനസ് മോഡലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സോ അവരൊക്കെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ ഡെലിവറി മോഡൽസ്, ഒരു ഹബ് ആൻഡ് സ്പോക്ക് സ്ട്രക്ചർ എന്ന് പറയുക. സോ അവർ നോക്കുന്ന പ്രൈമറി, ടേർഷറി, ക്വാട്ടേണറി ഒരു ഹോസ്പിറ്റൽ ഹബ് ആക്കിയിട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ അവർ സ്മോൾ ക്ലിനിക്സ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഡയഗ്നോസ്റ്റിക് ലാബ്സ്, അതൊക്കെ ഒരു സ്പോക്സ് ആയിട്ട് കവർ ചെയ്യും. ഈ സ്പോക്സ് എന്ന് വെച്ചാൽ ദേ ട്രീറ്റ് ദി കോമൺ എയിൽമെൻറ്റ്സ് ലൈക്ക് അതൊരു ഫണൽ കോംപ്ലക്സ് പോലെ ആണ് വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ്ലി അവർക്ക് ഇവിടെയുള്ള ലോക്കലി ആസ്റ്റർ മറ്റുള്ള സ്മോൾ ക്ലിനിക്സും ഹോസ്പിറ്റൽസ് എല്ലാം ആയിട്ട് കണക്ഷൻസ് ഉണ്ട്. ആൻഡ് ദേ ഫണൽ ദി ബിസിനസ് ടു ദി മേജർ ഹബ്. സോ ഹൈ മാർജിൻ സർജിക്കൽ കേസസ് ഇങ്ങനെയുള്ള സെൻട്രൽ ഹോസ്പിറ്റലിലേക്ക് വരും അവർ. പിന്നെ ആസ്റ്ററിൻ്റെ വേറൊരു ബിസിനസ് സ്ട്രാറ്റജി ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർക്കൊരു അസറ്റ് ലൈറ്റ് മോഡലാണ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അസറ്റ് ലൈറ്റ് മോഡൽ എന്ന് വെച്ചാൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ക്യാപെക്സ് ആണ്. നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം, ലാൻഡ് വേണം, ബിൽഡിങ്സ് വേണം. സോ ഇതൊക്കെ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡപ്പ് ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ പ്രോഫിറ്റ് ജസ്റ്റേഷൻ പീരീഡ് കവർ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് മെനി ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് എ ഹെവി ക്യാപിറ്റൽ ആവശ്യമാണ്, ഹൈലി റിസ്ക് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. സോ അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ പാർട്ട്ണർ വിത്ത് ലോക്കൽ ലാൻഡ് ഓണേഴ്സ്. ഇപ്പോൾ കണ്ണൂരോ അല്ലെങ്കിൽ കാസർഗോഡോ ഏതെങ്കിലും ലാൻഡ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് പാർട്ണർ ചെയ്യും. അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റലായിട്ട് ഇപ്പം കണ്ണൂരിലാണെങ്കിൽ AKG ഹോസ്പിറ്റലായിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള XYZ ഹോസ്പിറ്റൽ, ജസ്റ്റ് ടു നെയിം, ദേ ക്യാൻ പാർട്ണർ വിത്ത് സ്മോൾ ഹോസ്പിറ്റൽ ഓണേഴ്സ് and managing the existing setup under the Aster brand ആക്കി മാറ്റും. സോ അവർ ബ്രാൻഡ് ഈസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ
ഒരു എക്സ് ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ കാസർഗോഡോ ഉണ്ടെങ്കിൽ ദേ പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദേ നെയിം ഇറ്റ് ആസ് ആസ്റ്റർ ബ്രാൻഡാക്കി മാറ്റും. സോ ദാറ്റ് ദേ ക്യാൻ സ്കെയിൽ അപ്പ് ക്വിക്ലി. പിന്നെ ഇവരെ മെയിൻലി ഫോക്കസ് tier 2 tier 3 സിറ്റീസിലാണ്. ഇന്ത്യൻ്റെ മേജർ സിറ്റീസ് ലൈക്ക് ഡൽഹി, ബോംബെ അല്ലെങ്കിൽ അതുപോലത്തെ ചെന്നൈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇവർ കുറവാണ്. ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും tier 2 tier 3 സിറ്റീസിലാണ്. ഇനി ഹൗ ദേ മേക്ക് ദ മണി, ഈ എല്ലാ ഹോസ്പിറ്റലും പൈസ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ആസ്റ്ററും പൈസ ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ ഇൻ പേഷ്യൻ്റ്, IP ആൻഡ് OP സർവീസ് ഉണ്ട്. അതാണ് അവരെ എല്ലാ ഹോസ്പിറ്റലിലെ കോർ റവന്യൂ അത് തന്നെയാണ്. പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ്റെ ഫീസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, സർജറീസ്, റൂം റെൻറ്റ്, ICU, ഇതൊക്കെ ഇവരെ റവന്യൂ മോഡൽസ് ആണ്. സോ കോട്ടണറി കെയർ എന്ന് വെച്ചാൽ ഹൈ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ലൈക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആസ്റ്ററിലൊക്കെ വലിയ ബോർഡ് വെച്ചത് വി ഡു റോബോട്ടിക് സർജറീസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. സോ ഇതുപോലത്തുള്ള സർജറി ചെയ്യുന്ന സമയത്ത് അത് വൈലി ഫീസോ ചാർജ് ചെയ്യും. ഓങ്കോളജി ഇതുപോലുള്ള സംഗതികളിൽ സോ ദി ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് വളരെ ഹൈ ആയിരിക്കും. പിന്നെ വേറെ എല്ലാ ഹോസ്പിറ്റലിലും വേറെ റവന്യൂ മോഡലാണ് ഫാർമസി, റീറ്റെയിൽ മോഡൽ. സോ ഈ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് അതേ ഫാർമസിയിൽ നിന്ന് മേടിക്കും, അവർ ആ ഫാർമസിയിലേക്ക് കിട്ടും. പിന്നെ അവരെ കുറേ വെൽനസ് പ്രോഡക്ട്സ് ഇറക്കും, ലൈക്ക് പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ വൈറ്റമിൻസ്, അവരുടെ ബ്രാൻഡ്. കൺസ്യൂമർ റീറ്റെയിൽ ഫാർമസി നെറ്റ്വർക്ക് ഉണ്ടാക്കും. അവർ അവിടെ തന്നെ വലിയൊരു ആസ്റ്റർ ഫാർമസി നെറ്റ്വർക്ക് ചെയിൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറൊരു റവന്യൂ മോഡൽ കാണുന്നത് അവരുടെ ഡയഗ്നോസ്റ്റിക്സ് എന്ന് വെച്ചാൽ അവരുടെ ലാബ്, അവരുടെ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ലാബ്സ് ഉണ്ടാവും. ഡോക്ടർ എഴുതുന്ന എല്ലാ ടെസ്റ്റും നിങ്ങൾ ആ ലാബിൽ നിന്ന് ചെയ്യാൻ പറ്റും. സോ ദേ മേക്ക് എ ഹ്യൂജ് റവന്യൂ ഇൻ ദാറ്റ്. പിന്നെ അവരുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ റീറ്റെയിൽ വാക്കിൻ പേഷ്യൻസ് ആണ്. നമ്മളെ പോലുള്ള വാക്കിൻ പേഷ്യൻസ്, ഇൻഡിവിജ്വൽ പേയിങ്, ഔട്ട് ഓഫ് പോക്കറ്റ് ജനറൽ കൺസൾട്ടേഷന് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ഇൻഷുറൻസ് സെക്ടറിലുള്ള കോർപ്പറേറ്റ് റീറ്റെയിൽ പേഷ്യൻസ് ഉണ്ട്. ഇൻഷുറൻസ്, ഹൈ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ്, അവരെ സംബന്ധിച്ചുള്ള ഒരു ക്യാഷ് കവാണ്. പിന്നെ വലിയ ക്യാഷ് കവാണ് മെഡിക്കൽ ടൂറിസ്റ്റ്. നമ്മൾ ആഫ്രിക്കയിൽ നിന്നും മറ്റേ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഈ ആസ്റ്ററിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഹോസ്പിറ്റലായ തിരുവനന്തപുരത്തും കർണാടകയിലും കൊച്ചിയിലുള്ള മിംസിലേക്ക് ലോട്ട് ഓഫ് പേഷ്യൻസ് ആർ കമ്മിങ് ഫോർ ഹൈ എൻഡ് സർജറീസ് ലൈക്ക് കാർഡിയോളജി, ഓൺകോളജി, ട്രാൻസ്പ്ലാന്റ്സ്. ഇതിനൊക്കെ അവർ ഹെവിലി ചാർജ് ചെയ്യും. സോ ഇതൊക്കെയാണ് അവരുടെ റവന്യൂ മോഡൽ. ആസ്റ്ററിൻ്റെ എല്ലാ ഹോസ്പിറ്റലിൻ്റെയും റവന്യൂ മോഡൽ ഏകദേശം ഇതേപോലെ തന്നെയാണ്. പിന്നെ അവർ കീ പ്രോഡക്ട്സ് സർവീസ് എന്തൊക്കെയാണ് ചെയ്യുന്ന നോക്കാൽ അവർക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് മെയിൻലി ഓപ്പറേറ്റിംഗ് അണ്ടർ ദ ബ്രാഞ്ച് ലൈക്ക് ആസ്റ്റർ മിംസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആസ്റ്റർ CMI ബാംഗ്ലൂരിലുണ്ട്. പിന്നെ സെൻറ്റർ ഓഫ് എക്സലൻറ്റ് സർവീസ് ലൈക്ക് ഹൈലി സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് സർവീസ് സെൻറ്റേഴ്സ്, മെഡിക്കൽ ഓൺകോളജി, ന്യൂറോ സയൻസ്, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ സയൻസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതുപോലത്തുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ട്. പിന്നെ സ്പെഷ്യലൈസ്ഡ് കെയർ ഫെസിലിറ്റീസ്, അത് ഡെഡിക്കേറ്റഡ് ടു വുമൺ ആൻഡ് ചിൽഡ്രൻ ഓൺലി. പിന്നെ ആസ്റ്റർ ക്ലിനിക്സ് ഫോർ ഡേ ടു ഡേ മെഡിക്കൽ നീഡ്സ്, ആസ്റ്റർ ലാബ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആസ്റ്റർ അവർ പറയുന്നത് NABL അക്രഡിറ്റഡ് ഡയഗ്നോസ്റ്റിക് ലാബ്സ് ആണ് അവർ. ആസ്റ്റർ ഫാർമസി ഔട്ട്ലെറ്റ്. പിന്നെ അവരെ ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ് പറയാന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് ആസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സ്ട്രോങ് ഹോൾഡുള്ള സ്ഥലങ്ങളാണ് കേരളത്തിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും. ആൻഡ് ദേ ജസ്റ്റ് ഡോണ്ട് ഓപ്പൺ ഹോസ്പിറ്റൽ. മറ്റുള്ള ഹോസ്പിറ്റൽ ചെയ്യുന്ന പോലെ വെറുതെ പോയിട്ട് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യുന്നത്. സോ ദേ ബ്ലാങ്കറ്റ് ദ എൻറ്റയർ റീജിയൻ വിത്ത് ക്ലിനിക്സ്, ലാബ്സ്, ഫാർമസീസ്. അവർ ഒരു പേഷ്യൻ്റ് ആസ്റ്ററിൽ പോയാൽ ദേ നെവർ ലീവ് ആസ്റ്ററിൻ്റെ എക്കോസിസ്റ്റംസിലേക്ക് വിട്ടുമാറാൻ സാധിക്കില്ല. അവരെല്ലാ ആക്ച്വലി സർവീസ് ഉണ്ടാവും. മറ്റുള്ള ക്ലിനിക്സ് ആയിട്ട് ഒരു കണക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ആയിട്ട് കണക്ഷൻസ് ഉണ്ടാവും. അവരെ തന്നെ ഒരു ബ്ലാങ്കറ്റ് സർവീസ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. So they cover the blanket systems. The patient cannot leave these ecosystems. So പിന്നെ they are very successful in small towns like കണ്ണൂർ ആലശ്ശേരി, കോഴിക്കോട് ആലശ്ശേരി, കാസർഗോഡ് ആലശ്ശേരി, ഇതുപോലുള്ള tier 2 tier 3 സിറ്റീസിൽ അവർ വളരെ വളരെ സക്സസ്ഫുൾ ആണ്. പിന്നെ അതിൻ്റെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പ്രൊമോട്ടേഴ്സും വളരെ സ്ട്രോങ് പ്രൊമോട്ടേഴ്സാണ്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 1987 ഡോക്ടർ ആസാദ് മൂപ്പൻ അയാൾ തുടങ്ങിയൊരു സ്ഥാപനമായിരുന്നു. സോ അയാളൊരു ഫിസിഷ്യനായിരുന്നു. ഐ തിങ്ക് ഈസ് എ കാലിക്കറ്റ് ബേസ്ഡ് ഫിസിഷ്യൻ. ഈ ടേൺഡ് ആൻ എന്റർപ്രൈനർ ആൻഡ് ഫ്രം എ സിംഗിൾ ഡോക്ടർ ക്ലിനിക് ദുബായിൽ, റഫ പോളി ക്ലിനിക് എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ. ദുബായിലെ റഫ പോളി ക്ലിനിക് അത് തന്നെ അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു ആസാദ് മൂപ്പൻ.
പിന്നെ അവരെ ഹോൾഡിംഗ് സ്ട്രക്ചർ പറയാന്ന് വെച്ചാൽ ഇത് അവരുടെ ഫാമിലി തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ മോസ്റ്റ്ലി ഐ തിങ്ക് ഇന്ന് 40% ഹോൾഡിംഗ് അവരുടെ ഫാമിലി തന്നെയാണ്. പിന്നെ ഇന്ത്യ GCC അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്പ്ലിറ്റ് ചെയ്തു ബിസിനസ് ആൻഡ് മെർജ് വിത്ത് ക്വാളിറ്റി കെയർ. So Mupen's family jointly control and manage the merged Indian listed entity along with the global private equity like Blackstone. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു ആസാദും ഈ ആസ്റ്റർ ഹോസ്പിറ്റൽസിൻ്റെ ഞാൻ കാണുന്നൊരു റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ ഈ ആസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ കോർ ഓപ്പറേഷൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലാണ്. ഈ കേരളത്തിൽ ഉള്ളൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ എക്യൂട്ട് ലേബർ വൾണറബിലിറ്റി ഉള്ള സ്ഥലമാണ്. റൈസിങ് വേജ് പ്രഷർ, നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും വേജ് പ്രഷർ. ഇന്നിപ്പം ഓർഡിനറി ലേബർ തൊട്ടിട്ട് അത് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ, ഇന്നലെ മിഞ്ഞാന്നോ ഞാൻ TV ന്യൂസ് കണ്ടു, അമല ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലൊക്കെ നഴ്സുമാർ 40,000 രൂപ ശമ്പളം തരണം പറഞ്ഞിട്ട് സമരം ചെയ്യുന്നതും ആ സമരം ഇനി മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്ട് അവർ ശ്രമിക്കുകയാണ്. അവിടെ തന്നെ അടിച്ചൊതുക്കുകയാണ് സമരത്തെ. കാരണം അവർ മനസ്സിലാക്കി ഈ നഴ്സസിൻ്റെ സമരം, ഈ നഴ്സസിൻ്റെ ഒരു എസെൻഷ്യൽ സർവീസാണ് ഹോസ്പിറ്റൽസ്. നഴ്സസ് എന്ന് വെച്ചാൽ അവർ ഒരു ബാക്ക് ബോണാണ് ഒരു ഹോസ്പിറ്റലിൽ നഴ്സസിൽ റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാളെ ഇപ്പം നഴ്സസ് ബ്ലാക്ക് ഔട്ട് ഒരു സമരത്തിൽ വരുവാണെങ്കിൽ 40,000 രൂപ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും ചെറിയ ചെറിയ ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇവരൊക്കെ ഒന്നും 40,000 രൂപ ശമ്പളം കൊടുത്തിട്ട് ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ പറ്റില്ല. കാരണം അതുമാത്രമല്ല അന്നേരത്തെ ഈ പേഷ്യൻസിൻ്റെ ഫീസ് വളരെ കൂട്ടേണ്ടി വരും. അപ്പോൾ ഇന്നലത്തെ സമരത്തിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവിടെയുള്ള മെത്രാമാരൊക്കെ ഇവരായിട്ട് കോപ്പറേറ്റ് ചെയ്യില്ല അങ്ങനെ. പക്ഷേ ദേ ആർ ദി മാനേജേഴ്സ്. അവർ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ റെഡിയില്ല, അവർ ക്രൂരന്മാരാണ്, അവർ എന്താ പറയുക, അവർ യാതൊരു കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യന്മാരാന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഓർഗനൈസ്ഡ് ലേബർ കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ലേബർ വേജസ് ഇത്രയധികം കൂട്ടുന്ന സമയത്ത് ഈ ഒരു ഏത് ഹോസ്പിറ്റലിൻ്റെയും മാർജിൻ കുറയും. പിന്നെ അതല്ല പേഷ്യൻസിന്, ഇൻപേഷ്യൻസിൻ്റെ എല്ലാം ഹോസ്പിറ്റൽ കെയറിൽ വരുന്ന എല്ലാവരെയും ഫീസ് അവർ കൂട്ടേണ്ടി വരും. അതാണ് കേരളത്തിൽ കാണുന്ന വലിയ റിസ്ക്. സോ അതാണ് ഞാനൊരു ഫ്ലാഗ്ഷിപ്പായി എന്താ പറയുക, അതൊരു റെഡ് ഫ്ലാഗായി കാണുന്നത്. കാരണം ഇവരെ മിക്കവാറും ഫ്ലാഗ്ഷിപ്പ് ഹോസ്പിറ്റൽ ആസ്റ്റർ മിംസ് ഒക്കെ ഉള്ളത് കേരളത്തിലാണ്. അവരിൽ ഒരു യൂണിയനൈസ്ഡ് ഹെൽത്ത് കെയർ ലേബർ വരുവാണെങ്കിൽ ഇപ്പം കോഴിക്കോട് ബേബി മെമ്മോറിയലായാലും ആസ്റ്റർ മെമ്മോറിയലായാലും അതിൻ്റെ മാർജിൻ കുറയും. സോ പിന്നെ വരുന്നത് ലേബർ ഡിസ്പ്യൂട്ടാണ്. നഴ്സിംഗ് സ്ട്രൈക്സ് വരുമ്പോൾ ലേബർ ഡിസ്പ്യൂട്ട്സ് വരും. ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസ് കുറേ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് ഷോർട്ട് ടേം മാർജിൻ ഫ്രിക്ഷൻ, പിന്നെ അത് അഡീഷണൽ കോസ്റ്റ് വരും. പേറോളിൽ വരുന്ന കോസ്റ്റ്, അത് അഡീഷണൽ മാർജിൻ ഇറോഷൻ വരും. സോ ഇതൊക്കെയാണ് ഈ പിന്നെ വേറെ വരുന്നത് ഈ കോമ്പീറ്റിംഗ് വിത്ത് ദ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ്. പിന്നെ ഈ ലേബർ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത്, ഫ്രീക്വൻറ്റ് വേജ് റിവിഷൻ വരുന്ന സമയത്ത് ഡയറക്റ്റ് ഡ്രാഗ് ഓൺ ദ ഓപ്പറേഷണൽ മാർജിൻസ് അത് വരും. സോ അതാണ് അതിൻ്റെ വലിയൊരു പ്രശ്നം. ഞാൻ കാണുന്ന ഒരു റെഡ് ഫ്ലാഗ് ഈ ആസ്റ്റർ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലും കാണുന്നു. പിന്നെ ഇവർ പറയുന്നത് വെച്ചാൽ ദേ വാണ്ട് ടു ബിൽഡ് 10,000+ ബെഡ് എംപയർ ആണ് അവർ പേപ്പറിൽ കാണിക്കുന്നത്. സോ അതിലൊരു എക്സിക്യൂഷൻ റിസ്ക് മാനേജ്മെൻറ്റ് 10,000 ബെഡിന് മുകളിലുള്ള ഹോസ്പിറ്റലിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് കേരളത്തിലെല്ലാം. സോ അത് വലിയൊരു എക്സിക്യൂഷൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ റിസ്ക്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവരെ ഹോസ്പിറ്റലൊക്കെ പല സ്ഥലത്താണ്. ഇപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് പിന്നെ ദേ ഹാവ് ടു മൈഗ്രേറ്റ് ടു എ യൂണിഫൈഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം. അത് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും എല്ലാ ഹോസ്പിറ്റലും കമ്പൈൻ ചെയ്തൊരു യൂണിഫൈഡ് ടെക്നോളജി എടുക്കേണ്ടത് ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. കാരണം ഇപ്പോൾ ഒരു തുടങ്ങിയതേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. സോ പിന്നെ വേറൊരു റിസ്ക് ഞാൻ കാണുന്നത് ഈ ബ്ലാക്ക് സ്റ്റോൺ. അതിൻ്റെ അകത്ത് വലിയൊരു 60% ഹോൾഡിങ് ബ്ലാക്ക് സ്റ്റോണും അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. അതും പ്രൊമോട്ടേഴ്സായിട്ട് പല തരത്തിലുള്ള ഫ്രിക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഹൈ ക്യാപെക്സിൻ്റെ ജസ്റ്റേഷൻ പീരീഡ്, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഉദാഹരണം വെച്ചാൽ ഹോസ്പിറ്റൽസ് ആർ notorious ഫോർ ദ ജസ്റ്റേഷൻ പീരീഡ്സ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. അവരെ ബ്രൗൺ ഫീൽഡ് ഓപ്പൺ ചെയ്താൽ അവരെ ഫിക്സ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ, ഇനീഷ്യൽ സ്റ്റാഫിങ്, എക്യുപ്മെൻറ്റ് ലീസിങ്, ഇതൊക്കെ പെട്ടെന്ന് അവർക്ക് ഇമ്മീഡിയറ്റ്ലി രജിസ്ട്രേഷൻ ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. സോ ദിസ് ഈസ് വാട്ട് ഞാൻ കാണുന്നൊരു റെഡ് ഫ്ലാഗ്. പിന്നെ വേറൊരു കാണുന്നത് വെച്ചാൽ ആസ്റ്ററിൻ്റെ മൾട്ടി ഇയർ പീരീഡ് ഡൊമസ്റ്റിക് റവന്യൂ ഗ്രോത്ത് നോക്കുകയെന്ന് വെച്ചാൽ they are far behind Apollo Hospital, Max and Fortis. അത് ട്രെയിലിംഗ് ദ ഇൻഡസ്ട്രീൻ്റെ പിന്നിലാണ് ഇവർ ഏർണിങ്സ് ഉള്ളത്.
പിന്നെ വേറൊരു റിസ്ക് എന്ന് വെച്ചാൽ റെഗുലേറ്ററി റിസ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസ്ക്. കാരണം വെച്ചാൽ ഗവൺമെന്റ് റുട്ടീൻലി സീൽ ദ പ്രൈസ്. ഞാൻ പറയാൻ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിങ്, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിങ് അതോറിറ്റി, അതിന് NPPA എന്ന് പറയും. അത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡിവൈസസ് ലൈക്ക് സ്റ്റെൻസ്, ഇംപ്ലാന്റ്സ്, എസെൻഷ്യൽ മെഡിസിൻ, ഇതൊക്കെ പ്രൈസ് കൺട്രോളാണ്. സോ അവിടെ അവർക്ക് പ്രൈസ് കൺട്രോളിലുകൊണ്ട് അത്ര മാർജിൻ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ലോ മാർജിൻ ഗവൺമെൻറ് സ്കീംസ് വരുന്നുണ്ട്, ലൈക്ക് ഇപ്പോൾ മോദിയുടെ കുറേ സ്കീംസ് ഹോസ്പിറ്റൽസിലൊക്കെ. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു 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 റെഡ് ഫ്ലാഗ് ആയിട്ട് ഞാൻ കാണുന്നത്. സോ FY26 അതിൻ്റെ സ്റ്റാൻഡ് അലോൺ റവന്യൂ ഞാൻ കാണുന്നത് 4,643 crores ആണ്. അത് ഓൾമോസ്റ്റ് 12% അപ്പാണ്. പിന്നെ ബെഡ് കപ്പാസിറ്റി അവർ അഗ്രസീവായി പറയുന്നത് ഞങ്ങൾക്ക് ഈവൻ സ്കെയിലിംഗ് അപ്പ് ടു 15,000 ബെഡ് കപ്പാസിറ്റി. എല്ലാ ഹോസ്പിറ്റലും ബെഡാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ബെഡിലെ റവന്യൂ ആണ് അതിൻ്റെ ഏറ്റവും വലിയ. ഓപ്പറേറ്റിംഗ് അതിന് പറയുന്നത് ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് എന്നാണ് പറയുക. സോ അത് ഇവർ 15,000 ബെഡാണ് അവരെ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അത് എപ്പോഴും റോൾ ഔട്ട് ചെയ്യുന്നറിയില്ല. സോ ഇവരിപ്പം ഗ്രീൻ ഫീൽഡിലൊക്കെ ഒരു ആസ്റ്റർ ക്യാപിറ്റൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തുണ്ട്, 100 ബെഡ് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. 454 ബെഡ് ബാംഗ്ലൂരിൽ ചെയ്യുന്നുണ്ട് നിൽക്കുന്നു. പിന്നെ കൊച്ചിയിൽ ബെഡ് എക്സ്പാൻഷൻ ചെയ്യുന്നു. എല്ലാം കൂടി അവർ പറയുന്നത് 3,453 ബെഡ് എക്സ്പാൻഷൻ പറയുന്നു നിൽക്കുന്നു. സോ ഇതൊക്കെയാണ് അതിൻ്റെ മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് ഷിഫ്റ്റ് ഞാൻ കാണുന്നത്. പിന്നെ അവർ കർണാടകയിൽ ഐ തിങ്ക് ഷർജാപൂർ റോഡിൽ 500 ബെഡ് ഹോസ്പിറ്റൽ, യശ്വന്ത്പൂരിൽ 300 ബെഡ് ഡെഡിക്കേറ്റഡ് ടു വുമൺ ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഹൈദരാബാദിൽ വരുന്നത്. സോ ഇതൊക്കെ പ്രൊജക്റ്റഡ് ചെയ്യുന്ന ഒരു കൺസോൾട്ടഡ് റവന്യൂ വിൽ ബി അറൌണ്ട് 30 to 35% കാണുന്നത് പറയുന്നത്. So annually, over 3 years, healthcare industry broader average 18 to 20% Indian healthcare industry perform ചെയ്തത്. പക്ഷേ they are coming out with a performance 30 to 35% compound rate വരുവാണെങ്കിൽ it will be a good thing. So Aster DM healthcare is a highly growth oriented, പക്ഷേ it comes with a premium valuation tag ആണ് ഇപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രേഡിംഗ് പ്രൈസ് അറൗണ്ട് 765, 52 വീക്ക് ഹൈയിലാണ് സ്റ്റോക്ക് ഉള്ളത്. സോ റവന്യൂ ഫോർകാസ്റ്റ് ഷുഡ് ഗ്രോ അറ്റ് ആൻ ആവറേജ് കോമ്പൗണ്ടഡ് 30 to 35% ആനുവലി. ഇനി അടുത്ത 3 കൊല്ലം അത് ഗ്രോ ചെയ്യണം. സോ അതിൻ്റെ അസറ്റ് ലൈറ്റ് മോഡലാണ് അതിൻ്റെ എക്സ്പാൻഷൻ മോഡൽ. പിന്നെ സ്റ്റോക്ക് ഇപ്പോൾ നോക്കുക വെച്ചാൽ സോ ഇറ്റ് ഈസ് ഹൈ 100x PE ട്രേഡ് ചെയ്യുന്നത്. സോ വി എക്സ്പെക്ട് ദ മാർക്കറ്റ് സ്റ്റോക്ക് ടു പെർഫോം സ്റ്റഡിലി. പക്ഷേ ഇതെന്ന് വെച്ചാൽ ആസ്റ്റർ DM എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിങ് സ്റ്റോറിയാണ്. അല്ലാണ്ട് നിങ്ങൾ ഈ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ഒരു 1-2 കൊല്ലം കൊണ്ട് ഈ സ്റ്റോക്കിൽ റിട്ടേൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഈ ആസ്റ്ററിൻ്റെ മാനേജ്മെൻറ്റ് കമൻട്രി എല്ലാം ഓൾറെഡി സ്റ്റോക്കിൽ പ്രൈസ് ആണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവർ ഈ സ്റ്റോക്കിൻ്റെ ഈ കമ്പനിയുടെ പെർഫോമൻസ് കുറയുന്ന സ്റ്റോക്കിൽ ഒരു ഡീപ്പ് കറക്ഷൻ ഉണ്ടാവും. കാരണം മാർക്കറ്റിൽ ഇപ്പം വളരെ ഹൈയിലാണ്. സോ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഇറ്റ് ഷുഡ് ഡു വെൽ എന്നാണ്. സോ അതുകൊണ്ട് ഒരു കോമ്പൗണ്ടിങ് സ്റ്റോറിയാണ്. അല്ലാണ്ട് ഇമ്മീഡിയറ്റ് റിട്ടേൺസോ അല്ലെങ്കിൽ പെട്ടെന്നോ മേടിച്ചു ഇത് മേടിച്ച് വെക്കുക. സോ വെയിറ്റ് ഫോർ സം ഇയേഴ്സ്, ദെൻ യു ക്യാൻ മേക്ക് മണി. സോ ദിസ് ഈസ് വാട്ട് I want to tell about Aster DM. Anyway, this is my analysis. This is not a buy or sell. I don't hold the Aster DM share also. I have no personal interest. So this is not a promotional video also. So ഞാൻ എൻ്റെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. So it is solely up to you. So please comment and subscribe my channel. Thank you. Have a nice day.